ഗാസയിൽ ശക്തമായ ആക്രമണത്തിന് ഉത്തരവിട്ട ബെഞ്ചമിൻ നെതന്യാഹു. തെക്കൻ ഗാസയിൽ ഹമാസ് തങ്ങളുടെ സൈന്യത്തിന് നേരെ വെടിയുതിർത്തുവെന്ന് ആരോപിച്ചാണ് ഇസ്രായേൽ ഹമാസ് സംഘർഷം രൂക്ഷമായതിനെ തുടർന്ന് നെതന്യാഹു ആക്രമണത്തിന് ഉത്തരവിട്ടത്. ഇതോടെ മറ്റൊരു ബന്ദിയുടെ മൃതദേഹം കൈമാറുന്നത് മാറ്റിവെക്കുന്നതായി ഹമാസ് പ്രഖ്യാപിച്ചു. അധിനിവേശകരുടെ വെടിനിർത്തൽ ലംഘനമെന്നാണ് ഹമാസ് ഇസ്രായേൽ ആക്രമണത്തെ വിശേഷിപ്പിച്ചത്. ഇസ്രായേലിന്റെ പ്രകോപനം മൃതദേഹങ്ങൾക്കായുള്ള തിരച്ചിൽ തടസ്സപ്പെടുത്തുമെന്നും ഹമാസ് വക്താവ് അറിയിച്ചു. എന്നാൽ ഹമാസ് സമാധാന കരാർ ലംഘിച്ചുവെന്ന ആരോപണം ഉന്നയിച്ചാണ് ഗാസയിൽ ആക്രമണം നടത്തിയത്. ആക്രമണത്തിൽ 18 പലസ്തീനികൾ കൊല്ലപ്പെട്ടു. ഒക്ടോബർ 10-നാണ് പലസ്തീൻ ഇസ്രായേൽ സമാധാന കരാർ നിലവിൽ വന്നത്. 13 ബന്ദികളുടെ മൃതദേഹ അവശിഷ്ടങ്ങളാണ് ഹമാസ് ഇനി വിട്ടു നൽകാനുള്ളത്. ഹമാസ് കരാർ ലംഘിച്ചുവെന്ന് ആരോപിച്ച് ഒക്ടോബർ 19-ന് നടത്തിയ ആക്രമണത്തിൽ 45 പേർ കൊല്ലപ്പെട്ടിരുന്നു. ഇത്തവണ ഹമാസ് കൈമാറിയ ബന്ദികളിൽ ഒരാളുടെ അവശിഷ്ടങ്ങൾ മാറി എന്നതാണ് ആരോപണം. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള പ്രണാമം.